ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഗ്രാമർ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്ക് പഠിപ്പിക്കാനോ ഇംഗ്ലീഷിൽ എന്തെങ്കിലും സെന്റൻസ് പഠിപ്പിക്കാനോ ഒന്നുമല്ല. പകരം ഞാനൊരു തിരിച്ചറിവിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഗ്രാമർ അത്യാവശ്യമാണോ? നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ ചോദിച്ചത് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഗ്രാമർ പഠിക്കൽ നിർബന്ധമാണോ എന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ആദ്യം ഞാൻ എൻ്റെ പണ്ടത്തെ അഭിപ്രായം പറയാം കേട്ടോ. പണ്ടത്തെ അഭിപ്രായം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ എക്സ്പീരിയൻസിലൂടെയാണല്ലോ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്, അല്ലെ? ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ പണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആരെന്നോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഈ ഗ്രാമർ നിർബന്ധമാണോ, ഗ്രാമർ പഠിക്കൽ നിർബന്ധമാണോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ടായിരുന്ന ആൻസർ എന്ന് പറയുന്നത് ആ ഗ്രാമർ പഠിക്കൽ നിർബന്ധമാണ്. കാരണം നമ്മളിപ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ നാളെ പോകും എന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പോകും എന്ന് പറയണം എന്നുണ്ടെങ്കിൽ എന്താണ് ഐ വിൽ ഗോ, ഞാൻ പോകും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ഗോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻസിനെ പറ്റി എന്തെങ്കിലും പഠിക്കണ്ടേ? വില്ലാണ് അവിടെ യൂസ് ചെയ്യുക എന്നുള്ളത് പഠിച്ചാലല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ ചിന്താഗതി. ഇപ്പോൾ ഞാൻ ഇന്നലെ എഴുതി എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി എന്നാണെങ്കിൽ നമ്മൾ പറയല എന്താ? ഐ വെന്റ് ടു ദ സ്കൂൾ യെസ്റ്റർഡേ എന്നാണല്ലേ ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ പോയി എന്നുള്ളത് കഴിഞ്ഞു പോയതാണ്, അതുകൊണ്ട് ഗോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് വെന്റ് ചേർത്തിട്ട് വേണം നമ്മൾ പറയാൻ. കഴിഞ്ഞു പോയ കാര്യങ്ങൾ V2 ഫോം ചേർത്ത് പറയണം. ഐ വെന്റ് ടു ദ സ്കൂൾ എന്ന് ആയത് അങ്ങനെയാണ് എന്നൊക്കെ പഠിച്ചാലല്ലേ, അതിനെപ്പറ്റി പഠിച്ചാലല്ലേ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ തെറ്റുകൂടാതെ സംസാരിക്കാൻ കഴിയുള്ളൂ എന്നായിരുന്നു ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ കുറച്ച് കാലം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഈ ഗ്രാമർ പഠിച്ചാലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ, ഗ്രാമർ പഠിച്ചാലേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ +2 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ മേഖലയിലോട്ട് തിരിയൂല്ലേ. ചില ആളുകൾക്ക് ഇംഗ്ലീഷിനോട് താല്പര്യമുള്ളവർ BA ഇംഗ്ലീഷ് എടുക്കും. ഇംഗ്ലീഷ് ഒട്ടും ഇഷ്ടമില്ലാത്തവർ ഈ ഗ്രാമറൊക്കെ പഠിക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടായിരിക്കും, അവർ വേറെ രീതിയിലോട്ട് തിരിയും. എന്നിട്ടിപ്പോൾ ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ചേ പറ്റുള്ളൂ, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞേ പറ്റുള്ളൂ എന്ന ലെവലിൽ എത്തുമ്പോൾ വീണ്ടും ഈ ഗ്രാമർ തന്നെ ഞാൻ പഠിക്കണോ എന്ന് ചിന്തിച്ച് തല പുകച്ച് ഇനി മതി, ഇംഗ്ലീഷ് സംസാരിക്കുകയും വേണ്ട, ഇംഗ്ലീഷ് പഠിക്കുകയും വേണ്ട എന്ന് ഇട്ടെറിഞ്ഞു പോയവരൊക്കെ ഉണ്ട് കേട്ടോ. സോ അവരോടായിട്ട് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്, ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഗ്രാമർ കാണാതെ ഇരുന്ന് പഠിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ പറയുന്ന സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് അതിയായ ആഗ്രഹമുള്ളവരാണെങ്കിൽ, ഇംഗ്ലീഷ് നിങ്ങൾക്കൊരു ജോലിയുടെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചേ പറ്റൂ എന്ന നിലയിൽ നിൽക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ ഗ്രാമർ പഠിച്ചിട്ടേ ഇനി സംസാരിക്കാൻ പറ്റൂ എന്ന തോന്നലുണ്ടെങ്കിൽ ആ തോന്നല് ഇപ്പോൾ നിങ്ങൾ മാറ്റുക കേട്ടോ. ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചാലേ സംസാരിക്കാൻ പറ്റൂ എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ എക്സാമ്പിൾസ് പറഞ്ഞുതരാം കേട്ടോ. പണ്ടൊക്കെ ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ സ്കൂളിൽ, ഇപ്പം എല്ലാവരുടെ സ്കൂളിലും അങ്ങനെ തന്നെ, നമ്മുടെ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് അതിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും അല്ലേ. ഈ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ഒരുപാട് സ്റ്റോറീസ് ഉണ്ടായിരിക്കും, പോയംസ് ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെ കുറേ ഗ്രാമർ ഉണ്ടായിരിക്കും, പിന്നെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിൽ പഠിച്ചു പോണത് അല്ലേ. അന്നത്തെ ഞാൻ പഠിച്ചിരുന്ന കാലത്തുള്ള ടീച്ചേഴ്സ് പഠിപ്പിച്ചിരുന്നത്, ഇപ്പോൾ ഒരു സ്റ്റോറി ആണെങ്കിൽ ആ സ്റ്റോറി ഇങ്ങനെ ക്ലാസ്സിൽ നടന്ന് വായിക്കും, എന്നിട്ട് അതിൻ്റെ മലയാളം മീനിങ് പറഞ്ഞു തരും. അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കും, ഓരോ വേർഡിൻ്റെ ഇംഗ്ലീഷും കേൾക്കാൻ കാത്തുക്കുക കേട്ടോ. ഓരോ ഇംഗ്ലീഷ് വേർഡിൻ്റെ മലയാളവും നമ്മൾ എന്ത് ചെയ്യും? എഴുതാൻ ശ്രമിക്കും. ക്ലാസ്സിലിരുന്നുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ വേഗം പെൻസിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മീനിങ് അതിൻ്റെ മേലെ എഴുതി വെക്കും.
പിന്നെ മറന്നുപോയാലോ, പിന്നെ ഇത് മനസ്സിലായില്ലെങ്കിലോ, പിന്നീട് സാറെങ്ങാനും ചോദിച്ചാൽ പറയാൻ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള പേടിയിലാണ് അന്ന് സ്കൂളിൽ ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യും. അതുകൊണ്ട് എന്താണ്, നമ്മളത് ലിസൺ ചെയ്യല്ല ചെയ്യുന്നത്, പകരം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എഴുതാൻ ശ്രമിക്കുക ചെയ്തിരുന്നത്. നമ്മൾ അതുപോലെ ഇങ്ങനെ സംസാരിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടുണ്ടാവില്ല, ആരും ശ്രമിക്കൂല. ഇപ്പോഴും അങ്ങനെ തന്നെ സംസാരിക്കാൻ ശ്രമിക്കാന്ന് വെച്ചാൽ അത് വേറൊരു പാർട്ടാണ്. ഇപ്പോൾ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉണ്ട് ഓരോ സ്കൂളിലും. ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. സോ നമ്മൾ ഒരിക്കലും ഇംഗ്ലീഷ് ക്ലാസ് റൂമിൽ സംസാരിക്കാറും ഉണ്ടായിരുന്നില്ല, എവിടെയും സംസാരിക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ അറിയായിരുന്നു കേട്ടോ. അതായത് നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ ഒരു സ്റ്റോറി ആണെങ്കിൽ ആ സ്റ്റോറിയുടെ കണ്ടന്റ് മലയാളത്തിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് പിന്നീട് എക്സാമിന് അതിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാനും, അല്ലെങ്കിൽ സ്റ്റോറിയുടെ ഉള്ളടക്കം എഴുതാനും അങ്ങനെയൊക്കെ വരാറുണ്ടായിരുന്നു. ആ സമയത്ത് അതൊക്കെ എഴുതി ഫലിപ്പിക്കാനും നന്നായിട്ട് കഴിയാറുണ്ടായിരുന്നു. അവിടെ ഗ്രാമർ ഒന്നും നോക്കാതെ നമ്മൾ എഴുതാറുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ പഠിച്ചു പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തത് BA ഇംഗ്ലീഷാണ്. അന്ന് BA ഇംഗ്ലീഷ് എടുക്കാൻ കാരണം എനിക്ക് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതോ ഒരു ക്വസ്റ്റ്യന് ഞാൻ ആൻസർ ഞാൻ സ്വന്തമായിട്ട് എഴുതി. അതൊരു ലെറ്റർ എഴുതാനോ എന്തോ ഒരു സ്റ്റോറി എഴുതാനോ അങ്ങനെ എന്തോ ആയിരുന്നു, കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ അത് എഴുതിയതിന് ശേഷം എന്നെ സ്റ്റാഫ് റൂമിലേക്ക് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, സഫിയ ടീച്ചർ എന്ന് പറയും. ആ ടീച്ചർ ക്ലാസ് റൂമിൽ എല്ലാ ടീച്ചേഴ്സിന്റെ മുന്നിൽ വെച്ചിട്ടും എന്നെ ഇതാണ് ആ കുട്ടി, ഞാൻ പറഞ്ഞ കുട്ടി, ഈ കുട്ടിയാണ്, ഇംഗ്ലീഷിൽ എന്നെ ആൻസർ ഷീറ്റ് വരെ കാണിച്ചു കൊടുത്തിട്ട് നല്ല എന്താ പറയുക, അവരുടെ അടുത്ത് നിന്ന് എനിക്ക് നല്ല അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് മുതലാണ് ഞാൻ ഇംഗ്ലീഷിനെ സ്നേഹിക്കാൻ തുടങ്ങിയത് കേട്ടോ. അതുവരെ എനിക്ക് ഇംഗ്ലീഷ് സാധാ സബ്ജക്റ്റ് പോലെ തന്നെ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് മാത്രമായിരുന്നു എൻ്റെ മുന്നിൽ. അന്ന് മുതൽ എനിക്ക് ഇംഗ്ലീഷിനെ ഞാൻ കൂടുതൽ ഇങ്ങനെ അടുത്തറിയാനും സ്നേഹിക്കാനും തുടങ്ങി കേട്ടോ. എനിക്ക് എന്തോ അറിയാം എന്ന് എൻ്റെ ടീച്ചറാണ് എന്നെ എന്താണ് ഈ രീതിയിൽ എത്തിച്ചത് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ അവസരം പറയാണ്, താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട്. താങ്ക് യു സഫിയ ടീച്ചർ. ഞങ്ങൾ ഒരു ഗവൺമെൻറ് സ്കൂളിലായിരുന്നു, ഗേൾസ് ഹൈസ്കൂൾ, BP അങ്ങാടി ഗേൾസ് ഹൈസ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു സഫിയ ടീച്ചറായിരുന്നു. ഞങ്ങളൊരു ടീച്ചർ പോയ സമയത്ത്, ലീവിന് പോയ സമയത്ത് പകരത്തിന് ആ എക്സാം ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് വന്നിട്ട് പിന്നെ കുറച്ചു കാലം ഞങ്ങൾക്ക് ഇംഗ്ലീഷ് എടുത്തൊരു ടീച്ചറായിരുന്നു കേട്ടോ. ആ സമയത്ത് ആ ടീച്ചറുടെ വാക്കുകളാണ് ഇംഗ്ലീഷിനെ കൂടുതൽ അറിയാനും, എന്തെങ്കിലും എനിക്ക് ഇംഗ്ലീഷിൽ അറിയും എന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ ടീച്ചർ മാത്രമാണ്. താങ്ക് യു വെരി മച്ച് ടീച്ചർ. ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നീട് എന്താണ്, സയൻസ് ആയിരുന്നു, പ്ലസ് ടുവിന് സയൻസ് ആയിരുന്നു. അവിടെ എനിക്കുണ്ടായിരുന്നത് ഇംഗ്ലീഷിന്റെ സാറ് ഇതുപോലെ തന്നെ ഇംഗ്ലീഷിന് ഇഷ്ടമുള്ളതുകൊണ്ട് ഇംഗ്ലീഷിന് നല്ല മാർക്ക് കിട്ടാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ ഏതൊക്കെയോ സയൻസ് സബ്ജക്റ്റുകൾ, ഫിസിക്സ് ഒക്കെ ഭയങ്കര ടഫായിരുന്നു, ഭയങ്കര മാർക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഓപ്ഷൻ BA ഇംഗ്ലീഷ് എടുക്കുക എന്നുള്ളതായിരുന്നു. അത് ഇംഗ്ലീഷിന് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടല്ലെങ്കിലും എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഇംഗ്ലീഷ് എടുക്കുക എന്നുള്ള ഒരു ഓപ്ഷനിലാണ് ഞാൻ BA ഇംഗ്ലീഷ് എടുക്കുന്നത്. BA ഇംഗ്ലീഷ് എടുക്കുന്ന സമയത്ത് ഡിഗ്രിക്ക് നമുക്ക് ഒരുപാട് ഗ്രാമറുകൾ പഠിക്കാനുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഫോണറ്റിക്സ് എന്താണ് എന്നുള്ള കാര്യം പഠിക്കാൻ തുടങ്ങിയത് കേട്ടോ. A എന്നുള്ളതിന് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ അറിയാൻ തുടങ്ങുന്നത് ഡിഗ്രി പഠിക്കുന്ന സമയത്ത്. അതും ഭയങ്കരമായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല, ഫോണറ്റിക്സ് എന്നുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട് എന്നൊരു ധാരണ വന്നത് അവിടെ നിന്നാണ്. അങ്ങനെ അത് കഴിഞ്ഞു. പണ്ടേ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഒരു ടീച്ചർ ആവുക എന്നുള്ളത്. പിന്നീട് എനിക്ക് BA ഇംഗ്ലീഷ് കഴിഞ്ഞു, B.Ed ഇംഗ്ലീഷ് എടുക്കുക, ഇംഗ്ലീഷ് ടീച്ചർ ആവുക എന്നൊരു മോഹത്തിൽ B.Ed ഇംഗ്ലീഷ് എടുക്കുകയാണ് ഉണ്ടായത്. സത്യം പറയട്ടെ, B.Ed ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് പോലും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ സമയത്തൊന്നും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നൊരു ഉദ്ദേശം അവിടെ വരുന്നേ ഇല്ല. ഇംഗ്ലീഷിനെ കൂടുതൽ അറിയുക, ഇംഗ്ലീഷ് ഗ്രാമറുകൾ പഠിക്കുക, ആ ഒരു രീതിയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താണ്, നമ്മുടെ ചുറ്റുമുള്ളവർ, ചെറിയ കുട്ടികൾ വരെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു ജോലി കിട്ടണമെങ്കിൽ ഇംഗ്ലീഷ് കൂടുതൽ അറിയാവുന്നവർക്കാണ് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുന്നത്, അവർക്കാണ് കൂടുതൽ മുൻഗണന കിട്ടിയിട്ട് അവർക്കാണ് ജോലി സാധ്യത കൂടുതലുള്ളത് അല്ലേ. ഏതൊരു മേഖലയിലാണെങ്കിലും ഇംഗ്ലീഷ് കൂടുതൽ അറിയുന്നവർക്ക്, സംസാരിക്കാൻ അറിയുന്നവർക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ കാലഘട്ടം അല്ലേ. അപ്പോൾ
ഈ B.Ed കഴിഞ്ഞ സമയത്താണ് നമ്മൾ ആലോചിക്കുന്നത്, സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് കുട്ടികളുടെ മുന്നിൽ വരെ ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് അറിയുന്നില്ല, ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയുന്നില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ല. അങ്ങനെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ആദ്യമായിട്ട് പഠിപ്പിക്കാൻ ചെല്ലുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുട്ടികൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയും ഒരു ടീച്ചർ എന്ന നിലയിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാതെ വരികയും വരുന്ന ഒരു അവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ നിന്നാണ് ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് ചേരുകയും, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറയുന്നത് വെറുതെ എന്തെങ്കിലും പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാല് അത് ആ ഒരു ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ള അതിയായ മോഹവും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ്, മെയിനായിട്ട് കോൺഫിഡൻസ് എനിക്ക് കിട്ടുന്നത് ആ ക്ലാസ്സിൽ നിന്നാണ്. കാരണം വെറുതെ എന്തെങ്കിലും ഗ്രാമർ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നില്ല അത്. പകരം എന്തായിരുന്നു, ഒരു മൈക്ക് സാറ് തരും, എന്നിട്ട് ആര് വന്ന് സംസാരിക്കും എന്ന് ചോദിക്കും. എന്തെങ്കിലും ഒരു കാര്യം ഇംഗ്ലീഷിൽ സംസാരിക്കണം. ആ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു, അതേപോലെ തന്നെ വലിയ വലിയ ഉദ്യോഗസ്ഥർ വരെയുള്ള ഒരു ക്ലാസ് ആയിരുന്നു അത്. ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ സാർ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ ആദ്യം എടുക്കാറുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സംഭവം എന്നിലേക്ക് വന്നു. മൈക്ക് എനിക്ക് കിട്ടിയാൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അത് ഗ്രാമറിനെ പറ്റി ഒരിക്കലും ബോധേഡ് ആവാറില്ല, അത് തെറ്റാണോ ഇത് തെറ്റാണോ എന്നുള്ള തോന്നലുകൾ വരാറില്ല. സംസാരിക്കാൻ തുടങ്ങി, ആരും എന്തും പറയട്ടെ ഞാൻ സംസാരിക്കും എന്നുള്ള രീതിയിൽ മാക്സിമം മൈക്ക് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. ഓരോ ക്ലാസ്സിലും എല്ലാവരും പേടിച്ച് മടിച്ച് നിൽക്കുമ്പോൾ ഞാൻ മുന്നോട്ട് വന്നിട്ട് ഞാൻ സംസാരിക്കാറാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് വന്ന് തെറ്റിയാലും ശരിയെന്ന് വിചാരിച്ച് സംസാരിച്ചിട്ടാണ്. ഇന്ന് എന്തെങ്കിലും എനിക്ക് ഇംഗ്ലീഷ് അറിയുമെങ്കിൽ, സംസാരിക്കാൻ അറിയുമെങ്കിൽ അത് അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം, അത് ഇംഗ്ലീഷിലെ ഒരു ന്യൂ ഹോപ്പ് അക്കാഡമി എന്ന് പറയുന്ന ഒരു ഡേവിഡ് സാർ ഉണ്ടായിരുന്നു തിരൂര്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൽ നിന്നാണ്, അദ്ദേഹം ഒരു കൗൺസിലർ കൂടി ആയിരുന്നു, അദ്ദേഹത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു ധൈര്യം കിട്ടിയത് കേട്ടോ. അതായത് സാർ ക്ലാസ് എടുക്കുക മാത്രമല്ല ചെയ്തിരുന്നത്, ഇടയ്ക്കിടക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകൾ തരാറുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ, അത് നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. നമ്മൾ വെറുതെ ഇംഗ്ലീഷിൽ ഒരുപാട് ക്ലാസ്സുകൾ എടുത്ത് പോയിട്ട് കാര്യമില്ല. ഇടയ്ക്കിടക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ നമ്മൾ തരണം. മോട്ടിവേഷൻ ക്ലാസ്സുകൾ തരണം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കേൾക്കുമ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഉണർത്തിയെടുക്കുന്നതും കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ ഇത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. അതെനിക്ക് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയൊരു പാഠം കൂടെയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാനിങ്ങനെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സും കൂടെ എടുക്കുന്നത് കേട്ടോ. ഇതൊന്നും നമ്മൾ ഇരുന്ന് പഠിച്ചിട്ടല്ല എടുക്കുന്നത്. ഇരുന്ന് എന്താ പറയുക, നമുക്ക് എന്താണോ ആ സമയത്ത് എന്താണോ പറയാൻ പറ്റുന്നത് അത് പറയുക എന്നുള്ള രീതിയിലൊരു ക്ലാസ്, ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വീഡിയോയുടെ മുന്നിൽ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മളതൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ പഠിച്ചു വരുന്നു. ഇന്നും ഞാൻ അത്രത്തോളം ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല. ഇന്നും എന്താണ്, ഒരുപാട് വേർഡ്സുകൾ അറിയാത്ത പ്രോബ്ലം കൊണ്ടാണ് ഒരുപാട് സംസാരിക്കുമ്പോൾ ഒരുപാടൊന്നും ഉയരത്തിൽ എത്തിയിട്ടില്ല എന്ന് ഞാൻ തന്നെ പറയുന്നത്. എന്തുകൊണ്ടാണ്, എനിക്ക് വായിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ അതുപോലെ എന്താണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വേർഡ്സുകൾ കണ്ടെത്തുക അതൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് വേർഡ്സുകൾ അറിയാത്തതും ഉണ്ട്. പിന്നെ ഗ്രാമർ ഇപ്പോൾ ഏകദേശം അറിയാം കേട്ടോ. ഗ്രാമർ ഏകദേശം പഠിപ്പിക്കാനും അറിയാം. അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ ഇവിടെ അതാണ് വരിക, അവിടെ അതൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞു തുടങ്ങുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പല ആളുകളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നത് കണ്ടു. ആരോ ഒരാൾ കമന്റ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അത്ര പെട്ടെന്നൊന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയൂല, അത് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല, അങ്ങനെ പറഞ്ഞൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പെട്ടെന്ന് സംസാരിക്കാൻ കഴിയില്ല, അതെല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ളൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. ആ വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. അതായത് ഗ്രാമർ പഠിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഗ്രാമർ നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ലിസൺ ചെയ്യുക കേട്ടോ. അതായത് ഇംഗ്ലീഷിലുള്ള, നിങ്ങൾക്ക് സിനിമ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇംഗ്ലീഷ് മൂവീസ് കാണൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സീരീസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇംഗ്ലീഷിലുള്ള സീരീസുകൾ കാണൂ. നിങ്ങൾക്ക് കാർട്ടൂൺ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇംഗ്ലീഷിലുള്ള കാർട്ടൂണുകൾ കണ്ടു നോക്കൂ. ഫസ്റ്റ് ഡേ ഒന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് നമ്മൾ അതിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങും. നമുക്ക് ഇഷ്ടമുള്ള കാര്യം കാണുമ്പോൾ നമ്മൾ അതെന്താന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ നമ്മൾ അതിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങും അല്ലെ. ഈ ശ്രദ്ധിച്ച് കേൾക്കലിൽ നിന്നാണ് നമ്മളുടെ സ്പീക്കിംഗ് എന്ന് പറയുന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വരുന്നത് കേട്ടോ.
നമ്മൾ കൂടുതൽ വായിച്ചാൽ നമുക്ക് കൂടുതൽ എഴുതാൻ കഴിയും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇംഗ്ലീഷിൽ നന്നായിട്ട് എഴുതുമായിരുന്നു. ലെറ്റർ ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും ഒക്കെ എഴുതാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്? ഞാൻ പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് എഴുതാനുള്ള കഴിവ് കൂടിയത്. പക്ഷെ നമ്മൾ മറ്റുള്ളവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ആ സമയത്ത് കേൾക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് യൂട്യൂബിലും എല്ലാം ഒരുപാട് ക്ലാസ്സുകളുണ്ട്, നമുക്ക് കേൾക്കാൻ പറ്റിയ ക്ലാസ്സുകൾ അല്ലേ. ഇംഗ്ലീഷ് കേട്ട് ശ്രദ്ധിച്ച് കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ അതുപോലെ റിപ്പീറ്റ് ചെയ്യണം. വെറുതെ കേട്ടിരുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മൾ ആദ്യം ഒരു 10 ദിവസം കേട്ടിരിക്കുക, പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, ആ കേട്ട ക്ലാസ്സുകൾ തന്നെ വീണ്ടും കേൾക്കുക. അതിൻ്റെ കൂടെ നമ്മളൊന്ന് സംസാരിക്കാൻ തുടങ്ങുക. നമ്മൾ ഓരോ സെന്റൻസ് അവർ പറയുന്നുണ്ടെങ്കിൽ അത് പോസ് ചെയ്യുക, എന്നിട്ട് അത് നമ്മൾ പറഞ്ഞു നോക്കുക. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുകയും ചെയ്യും. നമ്മളുടെ സംസാരം ഡെവലപ്പായി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടാ. ഈ ഇംഗ്ലീഷ് അങ്ങനെ സംസാരിക്കാൻ പറ്റൂല, പെട്ടെന്ന് പറ്റൂല എന്നൊക്കെ പറയുന്നവരോട് ഞാൻ അത്രയും എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് തന്നെ. നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, കേട്ടിട്ട് സംസാരിക്കാൻ പഠിക്കുക. പിന്നെ ഇംഗ്ലീഷിന് ഗ്രാമർ വേണ്ട എന്ന് പറയാനുള്ള വേറൊരു കാരണം എന്ന് വെച്ചാൽ, എൻ്റെ മകള് നാട്ടിലെ മലയാളം മീഡിയം സ്കൂളിൽ 4ാം ക്ലാസ് വരെ മലയാളം മീഡിയം സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. 4ാം ക്ലാസ് വരെ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷൊക്കെ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പഠിക്കുകയുള്ളൂ അല്ലേ. മലയാളം മീഡിയം ആകുമ്പോൾ പക്ഷെ ഇംഗ്ലീഷിൽ സ്പീക്കിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കൂല. പിന്നെ 4ാം ക്ലാസ് കഴിയാറായ സമയത്താണ് ഞങ്ങൾ ഖത്തറിലോട്ട് താമസം മാറുന്നത്. ഇവിടെ അഡ്മിഷൻ നോക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. എൻ്റെ മോള് മറ്റുള്ളവർ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നവരാവും, ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്നവരാവും, ഇവള് അവരുടെ ഇടയിൽ നാണം കെടുമോ എന്നുള്ള ഒരു പേടി എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഞാനിവിടെ അവളെ 4ാം ക്ലാസ് തന്നെയാണ് വീണ്ടും കൊണ്ടുവന്ന് ചേർത്തുന്നത്, 5ൽ ചേർത്താതെ. കാരണം ഞാൻ ചിന്തിച്ചത് 5ാം ക്ലാസ് എന്ന് പറയുമ്പോൾ അത് UP-ലോട്ടായല്ലോ, അപ്പൊ അത്യാവശ്യം അറിയുന്ന മക്കളായിരിക്കും. അപ്പൊ ഇവള് 4ാം ക്ലാസ് ഒന്നുകൂടെ ഇരുന്ന് ഈ ലാംഗ്വേജ് ഒന്ന് സെറ്റായിട്ട് പിന്നെ 5ലേക്ക് ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് 4ാം ക്ലാസ്സിൽ ചേർത്തുന്നത്. അവളുടെ കൂടെ പഠിച്ചവരെല്ലാം ഇന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുക. പക്ഷെ എൻ്റെ ഈ പേടി ഞാൻ എൻ്റെ മകളിലേക്ക് ഒരിക്കലും എത്തിച്ചിട്ടില്ല, അവളെ അറിയിച്ചിട്ടുമില്ല. നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ, മറ്റുള്ളവരെല്ലാം ഇംഗ്ലീഷ് അറിയുന്നവരായിരിക്കും, അവരുടെ ഇടയിൽ നീ എന്ത് ചെയ്യും, അങ്ങനെ ഒരു പേടി ഞാൻ ഒരിക്കലും അവളിലേക്ക് എത്തിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അവള് സ്കൂളിൽ പോയി ഒരു 15 ദിവസം കൊണ്ട് അവൾക്ക് വന്ന മാറ്റം ഭയങ്കര വലിയ മാറ്റമായിരുന്നു കേട്ടോ. അതായത് അവള് ആദ്യം ഞാൻ ഭാഗ്യവശാൽ എന്നൊരു വാക്ക് ഇവിടെ ഉപയോഗിക്കുകയാണ്. അവളുടെ സ്കൂളിൽ അവളുടെ ക്ലാസ്സിൽ ആകെ 2 മലയാളി കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ സ്കൂളിൽ ഫുള്ള് മറ്റുള്ള കൺട്രിയിലുള്ളവരായിരുന്നു, അതായത് സുഡാന്, പിന്നെ പല പല രാഷ്ട്രങ്ങളിലുള്ളവർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എല്ലാവരും സംസാരിക്കുന്നത് ഇംഗ്ലീഷായിരുന്നു. അപ്പൊ ക്ലാസ്സിൽ മറ്റുള്ളവർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അവൾ കേട്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് പിന്നീട് റിപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഡേ അവൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അവരെല്ലാം ഇംഗ്ലീഷാണ് സംസാരിക്കും, ജസ്റ്റ് അങ്ങനെയൊക്കെ ഒന്നും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതിനൊന്നും വല്ലാണ്ടൊന്നും പറഞ്ഞു കൊടുക്കാതെ പിന്നെ സ്കൂളിൽ പോയി എന്താണ് അവള് മറ്റുള്ളവർ സംസാരിക്കുന്നത് കേട്ട് അവള് തിരിച്ച് റിപ്ലൈ എടുക്കാൻ തുടങ്ങി. അവര് പറയുന്നത് പോലെ, അവര് ചോദിക്കുന്നത് പോലെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്. അവൾ ഒരിക്കലും ഗ്രാമർ അവൾക്കൊന്നും അറിയില്ല, ഗ്രാമർ എന്ത് ചോദിച്ചാലും അവൾക്ക് അറിയില്ല. അവരുടെ സ്കൂളിൽ ക്ലാസ് റൂമിൽ അവരുടെ പാഠഭാഗങ്ങളിലുള്ള ഗ്രാമർ ചോദിച്ചാൽ അറിയാന്നല്ലാതെ എന്തുകൊണ്ട് ഇവിടെ ഈസ് വന്നു, എന്തുകൊണ്ട് ഇവിടെ വാസ് വന്നു എന്ന് ചോദിച്ചാൽ അവൾക്ക് പറയാൻ അറിയില്ല. സത്യത്തിലും അവൾക്ക് പറയാൻ അറിയില്ല കേട്ടോ. ഒരു ദിവസേ അവൾ ഇവിടെ വന്നിട്ട് എൻ്റെ മകൻ്റെ അടുത്ത് ചോദിക്കുന്നതായിട്ട് ഞാൻ കേട്ടു. എന്തോ ഒരു കാര്യം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവൾ ചോദിക്കുകയാണ്, ഡിഡ് ഐ ആസ്ക് യു ടു ടേക്ക് ദാറ്റ്? അവള് ചോദിക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഡിഡ് ഐ ആസ്ക് യു എന്നൊക്കെ ചോദിക്കുമ്പോഴേ ഡിഡ് ഐ ടെൽ യു അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഞാനൊക്കെ ഈ ഡിഡ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ അറിഞ്ഞത് തന്നെ ഡിഗ്രി BEd ഒക്കെ കഴിഞ്ഞിട്ടാണ് കൂടുതൽ ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയുന്നത് കേട്ടോ. ഗ്രാമറിൽ എഴുതുന്നിടത്ത് അറിയാമെന്നല്ലാതെ സംസാരത്തിൽ ഇങ്ങനെ കൊണ്ടുവരാനൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. എൻ്റെ മകളുടെ ആ മാറ്റത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അപ്പം എനിക്ക് എൻ്റെ ഓഡിയൻസുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരോട് എനിക്ക് ഒരു ബെസ്റ്റ് ഉദാഹരണമാണ്, ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ് എൻ്റെ മോള്. അവൾ ഇപ്പോൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, പക്ഷെ ഗ്രാമർ നോക്കുന്നില്ല. ചിലപ്പോൾ ഡു, ഡിഡ്, ഡസ് ഒക്കെ വെച്ചിട്ട് കാണാൻ ഇങ്ങനെ ചോദിക്കുമ്പോഴേ
അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തോന്നിയത്. നമ്മൾ ആരും ഗ്രാമറിനെ പേടിച്ച് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കേൾക്കാതിരിക്കരുത്. ഗ്രാമറിനെ പേടിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കരുത്. നിങ്ങൾക്ക് സംസാരിക്കൽ മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് മൂവീസും കാര്യങ്ങളും കാണുക. പിന്നെ ചില ആളുകൾക്ക് ഉണ്ടാവും, നമ്മൾ കൂടുതൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും, നമ്മൾ തന്നെ സ്വയം തിരുത്താൻ തുടങ്ങും, ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ഇവിടെ ഡു അല്ലല്ലോ, ഇവിടെ ഡസ് അല്ലേ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ അറിയണം. പിന്നെ ഇപ്പോൾ വുഡ് എവിടെ യൂസ് ചെയ്യും, കുഡ് എവിടെ യൂസ് ചെയ്യും എന്നൊക്കെ കൂടുതൽ അറിയണം എന്നുള്ളവർ എന്ത് ചെയ്യും, ഓരോ ക്ലാസ്സുകൾ സെർച്ച് ചെയ്ത് കാണാൻ തുടങ്ങും. അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. ആദ്യം ഇംഗ്ലീഷ് മൊത്തം ഗ്രാമർ പഠിച്ചിട്ടല്ല ആരും സംസാരിക്കാൻ തുടങ്ങുന്നത്. നിങ്ങൾ സംസാരിച്ചു തുടങ്ങിക്കോളൂ, എന്നിട്ട് നമുക്ക് ഗ്രാമറൊക്കെ പഠിക്കാം കേട്ടോ. സംസാരിച്ചു തുടങ്ങിക്കോളൂ, അതോടൊപ്പം ക്ലാസ്സുകളും കാണാം. അപ്പൊ കൂടുതൽ നമുക്ക് അറിവ് കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. അപ്പൊ നമുക്ക് തെറ്റുകൾ നമ്മൾ സ്വയം തിരുത്താൻ തുടങ്ങും, നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂടും. കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് പഠിച്ചു പറയുമ്പോൾ ഒന്നുകൂടെ കോൺഫിഡൻസ് കൂടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് മുതൽ തന്നെ സംസാരിച്ച് തുടങ്ങുക. ഞാനുമുണ്ട് എന്നും നിങ്ങളുടെ കൂടെ. നമ്മൾ ഓരോ ടോപ്പിക്കുകൾ, ഓരോ ഫ്രേസുകൾ, ഓരോ യൂസേജസുകൾ എല്ലാം നമ്മൾ ക്ലാസ്സിൽ വഴിയെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ കീപ് വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.